ഗൈസ് അങ്ങനെ മഴയിലും പെയ്ത് നമ്മുടെ വീട് വളപ്പ് ഫുള്ള് കാട് കയറി കിടക്കുകയാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല് വീട് വളപ്പ് ഫുള്ളും വൃത്തിയാക്കാന്നില്ലാന്ന്. നമുക്കത് നോക്കിയാലോ, ബാ ഗൈസ്. അങ്ങനെ നമ്മളെ വീട് വളപ്പ് വൃത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായ കാട് എന്നെല്ലാം വെച്ചാൽ ചില്ലറ കാടല്ല, ബൾക്കാണ്, ബൾക്ക്. ഇതുപോലെ കാട് കയറി കിടക്കുമ്പോഴുള്ള മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പാമ്പ് പോലുള്ള ഇഴജന്തുക്കൾ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മുടെ പണിയങ്ങ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടായ. അപ്പൊ നമ്മുടെ ചെറിയ മക്കളൊക്കെ പുറത്തിറങ്ങി കളിക്കുകയാണെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്ത് നോക്കലും മസ്റ്റാണ് കേട്ടാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്നല്ലേ. സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ എന്തെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്, പക്ഷെ അങ്ങനെയല്ല ഗൈസ്, നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഒറ്റ കൂടിയാൽ കൂടില്ല എന്നുകൊണ്ട് നൈസായിട്ട് രംഗത്തോട്ടൊക്കെ ഞാൻ ഉപ്പാനെ ഇറക്കിയിട്ടുണ്ട്. ഒത്തുപിടിച്ചാൽ മലയും പോരുന്നല്ലേ. അപ്പൊ രണ്ടാളും കൂടി കൂടിയാലേ സംഭവം നടക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ട്. പിന്നെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ രണ്ടാളും അത്യാവശ്യം നന്നായി ടയർഡായിട്ടുണ്ട്. ഞാൻ നന്നായി ഉയർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം എനിക്ക് കുടിക്കേണ്ട വന്നത്. അപ്പൊ പറഞ്ഞതുപോലെ ഗൈസ്, ഏതൊരു ജോബിനും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് ഗൈസ്, കഷ്ടപ്പാടുണ്ട്. അപ്പൊ നമ്മുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ടാണ് ദാണ്ട് ഈ കാണുന്നത് കേട്ടോ. കഷ്ടപ്പെട്ട റിസൾട്ട് കിട്ടുന്നത് വെറുതെ അല്ല പറയുന്നത്. മാഷാ അല്ലാ, നമ്മുടെ റിസൾട്ടാണ് ഈ കാണുന്നത്. അടിപൊളിയായിട്ടില്ലേ. അപ്പൊ നമ്മുടെ വീട് വളപ്പ് എത്രമാത്രം അടിപൊളിയായി വെക്കാൻ പറ്റുന്നോ അത്രമാത്രം നമ്മുടെ വീടിന്റെ ഭംഗിയും കൂടുന്നതാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സേഫ് സോൺ എന്ന് പറയുന്നത് അത് നമ്മുടെയൊക്കെ സ്വന്തം വീട് തന്നെയാണ്. അപ്പൊ ആ ഒരു സേഫ് സോൺ നമുക്ക് പെർഫെക്റ്റ് ആയി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും വളപ്പും അത് നന്നായി ക്ലീൻ ചെയ്ത് വെക്കാന്നുള്ളത് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ വീട് വളപ്പ് ഇങ്ങനെ കാട് കയറി കിടക്കുകയാണെങ്കിൽ, നിങ്ങളൊക്കെ ചെറിയ മക്കൾ പുറത്തിറങ്ങി കളിക്കുന്നതാണെങ്കിൽ ഗെയ്സ് ഒന്നും നോക്കണ്ട, നാളെ തന്നെ ഇറങ്ങിക്കോ, സെറ്റ് ആക്കിക്കോ, ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എത്രമാത്രം വീട് വളപ്പ് വൃത്തിയാക്കി വെക്കാൻ പറ്റുന്നോ അത്രമാത്രം നമ്മുടെ വീടിന്റെ ഭംഗി കൂടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗൈസ്.